വീണ്ടും ഒരു പാറ്റേൺ ആർട്ടാണ് ഇത്. പാറ്റേൺ ആർട്ടാണോ അതോ ഇല്യൂഷൻ ആർട്ടാണോ സെൻറ്റാങ്കിൾ ആർട്ടാണോ അതേപ്പറ്റി എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഇത് വരയ്ക്കാൻ വളരെ ഈസിയാണ്, പിന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ബോക്സുകളാക്കി വരയ്ക്കാം. ഞാനിത് ഓരോ സ്ക്വയറുകൾ ഓരോ ബോക്സുകൾ വരച്ചേക്കുന്നത് 2 സെൻറ്റിമീറ്ററിലുള്ള അളവിലാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസ് പോലെ ഇതുപോലെ അങ്ങനെ വരയ്ക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഓരോ ലൈൻ വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ ബോക്സിനകത്ത് ഇങ്ങനെ പെറ്റൽസ് വരയ്ക്കാം, ഇങ്ങനെ ലൈൻ വരയ്ക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ ഈസിയായിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ പറയുന്നേക്കാളും കുറച്ചും കൂടിയും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നും അറിയില്ല. ഞാനിത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അറിയില്ല നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണോ അല്ലയോ എന്നൊന്നും അറിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ ഈച്ചകൾ പോകുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കിതുപോലെയുള്ള ആർട്ട് വീഡിയോസ് അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ എല്ലാ പെറ്റൽസ് വരച്ചു, അങ്ങനെ ലൈൻ വരച്ചു കഴിഞ്ഞു. പിന്നെ ഉള്ള ഗ്യാപ്പിനകത്ത് അതുപോലെ ഇങ്ങനെ സെൻറ്ററിലേക്ക് സെൻറ്ററിലേക്ക് ഇങ്ങനെ ലൈൻ വരച്ചിട്ട് ഓരോന്നും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം ഒന്നും അറിയില്ല, ഐഡിയ ഇല്ലാണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ഞാനിങ്ങനെ വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ ക്യാമറ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്ന കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതിങ്ങനെ ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നീടാണ് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നോക്കിയപ്പോൾ ക്യാമറ ചെരിഞ്ഞിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ വരച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്നും വരച്ച് കഴിയുമ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ്. ഈ ആർട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.